ഹായ് ഓൾ അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇത് വ്യാഴാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. ഇപ്പോൾ ഒന്നരാടം വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ ഈ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് സുന്ദരി കടലയൊക്കെ ഉണ്ട്, അതൊന്ന് വേവിക്കാനിട്ടിരിക്കുകയാണ്. മക്കളും മദ്രസയിലൊക്കെ പോയി. അപ്പോൾ അയാൻകുട്ടിക്ക് കടല ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ കറിക്ക് കടല വേവിക്കുമ്പോൾ കുറച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം എരിവ് ഇടുന്നതിന് മുമ്പ് അവന് കുറച്ച് എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവന് പാത്രം കൊണ്ട് അവിടെ വന്ന് നിൽപ്പാണ്. പിന്നെ ഇതാ കുറച്ച് ചായയും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഇടുന്നുണ്ട്. ഇപ്പോൾ രാവിലെ കട്ടനാണ് കേട്ടോ ഇട്ടത്. ഇപ്പോൾ കുട്ടികൾ മദ്രസയിലൊക്കെ പോയതിന് ശേഷം പിന്നെ ഇതാ കുറച്ച് ഞാൻ പാൽ ചായയും കൂടെ ഇട്ട് കുടിക്കാനാണ്. തലേ ദിവസം രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയില്ല, അതിൽ തന്നെ ഒതുക്കിയിട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് വറുത്തരച്ചിട്ട് ഒരു കടലക്കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തേങ്ങയും കറിവേപ്പിലയും ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇട്ടോ, അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അതൊരുവിധം കളർ മാറി വന്നതിന് ശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇതും കൂടെ ആ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറുത്തരച്ച കറി വെച്ചാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഞാൻ അധികം ഒന്നും വയ്ക്കാറില്ല. അത് നിന്ന് വറുക്കാനുള്ളൊരു മടി കൊണ്ട് അധികം വറുത്തരച്ച കറിയൊന്നും ഇവിടെ വയ്ക്കാറില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മോൾക്കിന്ന് സ്കൂളിലേക്ക് കടല കുറച്ച് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കടല ഞാനൊന്ന് മസാല പുരട്ടിയെടുക്കാനാണ്. അതിനകത്ത് മിക്സിൻ്റെ ജാറിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് സബോളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്ക് കാശ്മീരി മുളക് പൊടിയോ ഇതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ അതൊരു ചീഞ്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ അരപ്പും കൂടെ അതിൽ കൊട്ടിയെടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം കുറച്ച് കറിക്ക് എടുത്ത് വെച്ച കടലയുണ്ട്, അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ പുരട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് ഉച്ചക്കലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും ഇവിടെ വലിയ കാര്യമാണ് കേട്ടോ. പിന്നെ വെറുതെയും കുട്ടികൾ കഴിക്കണ്ട, കടല ഇങ്ങനെ ആക്കി കൊടുത്താലും. അപ്പോൾ കുറച്ച് കടല വെള്ളത്തിലിട്ട് അതിന് 3 ആക്കി എടുത്തു കേട്ടോ. കുറച്ച് അയാൻകുട്ടിക്ക് വെറുതെ കഴിക്കാനും പിന്നെ കുറച്ച് കറിക്കും പിന്നെ കുറച്ച് ഇതുപോലെ അങ്ങോട്ട് ഒരു മസാല പുരട്ടിയെടുക്കലാണ് കേട്ടോ ഞാൻ ചെയ്തത്. പിന്നെ ബാക്കിയുള്ള കടലിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് കുമ്പളങ്ങ. ഇവിടെ കുമ്പളങ്ങ കടലയിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാനാണ്. കടലയിൽ കൂടെ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും സബോളയും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് കടലിൻ്റെ ഒപ്പം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. കടല ഇട്ടിട്ടില്ല, കടല വേവിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കടല ഇട്ട് കൊടുക്കും. അപ്പോൾ കടല വേവിച്ചതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വെള്ളം തന്നെ അതിലങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. ആ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ മനസ്സിലേക്ക്. കറിക്ക് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കടുക് വറുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് കറിയിൽ താളിച്ചൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കറിക്ക് നല്ലൊരു കളറും ഉണ്ടാകും. പിന്നെ കുട്ടികൾ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് അവർ സ്കൂളിലേക്ക് പോയിട്ടാ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല. പിന്നെ പാലെടുക്കലെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ഊണ് കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് വേറെ കറികളൊന്നുമില്ല, ഈ കടലക്കറി തന്നെയാണുള്ളത്. പിന്നെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അച്ചാറൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇത് കുറച്ച് കടലിൻ്റെ അരപ്പാണ്. പിന്നെ ഇത് കാന്താരി മുളകാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഒരെണ്ണമെങ്കിലും കഴിച്ചാൽ നമ്മൾക്ക് എന്തോ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ എനിക്കിത് ഭയങ്കര എരിവായിരുന്നു. ഇക്കയൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചീത്ത പറയുന്നത് എങ്ങനെ കഴിക്കണേ എരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ ഇപ്പോഴും എനിക്കത് കഴിച്ച് ശീലമായിട്ട്. അപ്പോൾ ചോറ് തിന്നുമ്പോൾ അങ്ങനെ ഒരു മുളകൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു എനർജിയാണ് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ്. പിന്നെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നു. അപ്പോൾ അവർക്ക് ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ.
പിന്നെ അതുപോലെ ഞങ്ങൾ പാലെടുത്തിട്ട് വരുന്ന സമയത്ത് കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിരുന്നില്ല. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എന്നും പാലെടുത്തിട്ട് വരുമ്പോൾ ഇതുപോലെ വിറകൊക്കെ ഞങ്ങൾ കൊണ്ടുവരും. 2 തോട്ടത്തു നിന്നും ഇഷ്ടംപോലെ വിറകുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ റബ്ബറിൻ്റെ വിറകായതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയാൽ മതി, നല്ലപോലെ കത്തിക്കിട്ടും. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന വിറക് കൊണ്ടുവന്ന് ഉടനെ വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ അത് വിറകുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ഇത് വെള്ളിയാഴ്ച രാവിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോള് സ്കൂളിൽ പോയതിന് പിന്നെ ഞാനത് മുറ്റമൊക്കെ ഒന്ന് അടിക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ അവർ 2 പേരും പോയി കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനൊക്കെ നിൽക്കുക. എല്ലാം വലിച്ച് വാരിയിട്ട് അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കുറച്ച് മല്ലിയൊക്കെ ഒന്ന് കഴുകി ഉണക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരും പോകും, ഒരു മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ടെൻഷൻ കേട്ടോ, മല്ലി കഴുകി ഉണങ്ങി കിട്ടുമോ ഇല്ലയോ എന്നൊരു ടെൻഷനും ഉണ്ട്. പിന്നെ ഉമ്മ കയ്യിൽ എണ്ണയും കുഴമ്പൊക്കെ തേച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് ആദ്യം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ അങ്ങോട്ട് തിളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിയൊക്കെ എടുത്ത് ഒരു ചരുവത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 കിലോ മല്ലിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കഴുകി എടുക്കാം, ഉണക്കി എങ്ങനെയെങ്കിലും എടുക്കാം എന്നൊക്കെ കരുതിയിട്ടാണ്. പിന്നെ രാവിലെ കലക്കിപ്പാർന്ന അപ്പമായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു കുറച്ച് മാവും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതേ അടുപ്പിൽ തന്നെ ഉമ്മാക്ക് വെള്ളം ചൂടാക്കി കഴിഞ്ഞപ്പോൾ അടുപ്പത്ത് തന്നെ ദോശക്കല്ല് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള അപ്പം കൂടെ അങ്ങോട്ട് ചുട്ടെടുത്തു. അപ്പോൾ തലേ ദിവസം രാത്രി, അതായത് വ്യാഴാഴ്ച രാത്രിയൊക്കെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിക്കൻ കറി കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പത്തിന് പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ മക്കളിഞ്ഞ് സ്കൂൾ വിട്ട് വന്നാൽ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള മാവിൽ ഞാൻ അപ്പം ഒന്ന് ചുട്ടെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തലേ ദിവസം കൊണ്ടുവന്ന് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അത് കറി വെച്ചതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള കറിയൊന്നും വേണ്ട, ഒരു ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ മതി. ഉച്ചക്കൽക്കും കറികളൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ മല്ലി കഴുകി എങ്ങനെ ഉണക്കും എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആരിഫ കിച്ചണിൽ ആരിഫ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ, മല്ലിയൊക്കെ പെട്ടെന്ന് ഉണക്കിയെടുക്കുന്നത്, മുളകും മല്ലിയൊക്കെ. അപ്പോൾ അവൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ചെയ്തത്. അപ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു അതിശയമൊക്കെ തോന്നി. പിന്നെ നമ്മളൊന്ന് അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം എന്തായാലും അടിപൊളിയായി കിട്ടി കേട്ടോ. മല്ലിയൊക്കെ അടിപൊളിയായി ഉണങ്ങി കിട്ടി, വെള്ളം നല്ലപോലെ വാർന്ന് കിട്ടി. പിന്നെ ഞാൻ കുറച്ച് നേരം വീട്ടിൻ്റെ മുറ്റത്തിട്ടിരുന്നു. പിന്നെ ടെറസിൻ്റെ മേലെയും കൊണ്ടിട്ടപ്പോൾ മല്ലി അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടി കേട്ടോ. അപ്പോൾ ഇതാ മല്ലിയൊക്കെ ഞാനൊരു 3-4 വട്ടം കഴുകി ഒരു കൊട്ടയിൽ വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു വൃത്തിയുള്ള ലുങ്കി മുണ്ടിലാണ് കേട്ടോ, വൃത്തിയുള്ളൊരു മുണ്ടിൽ മല്ലി കൊട്ടിയിട്ട് ഒന്നിങ്ങനെ കെട്ടിയെടുക്കണം. പുറത്ത് പോകാത്ത വിധത്തിൽ ഒന്ന് കെട്ടിയെടുത്തിട്ട് മെഷീൻ്റെ ഡ്രൈനറിൽ ഇട്ടൊന്ന് കറക്കുക. ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരിഫ ചെയ്യുന്നത് കൊണ്ട് പിന്നെ 1-2 വീഡിയോയിലൊക്കെ ഇതുപോലെ മല്ലിയും മുളകും ഉണക്കുന്നതൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പം ഞാനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. എന്തായാലും സംഭവം ശരിക്കും കിട്ടി കേട്ടോ. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ കൊണ്ടതും മല്ലി ഉണങ്ങി. പിന്നെ നമ്മൾ മല്ലി ഒന്ന് ചൂടാക്കുകയും കൂടെ ചെയ്യുമല്ലോ. ഈ സമയം ഉമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ കുറച്ച് നേരം ഇങ്ങനെ പുറത്തിങ്ങനെ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് കസേരയിൽ ഇരിക്കണം, സിറ്റ് ഔട്ടിൽ തന്നെ മയിലുകളൊക്കെ വരും, അതുകൊണ്ട് പിന്നെ കുരങ്ങന്മാർ അഥവാ വന്നെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഉമ്മ ശരി ഞാൻ ഇരുന്നോളാം പറഞ്ഞു. ആ സമയം കൊണ്ട് ഞാൻ അടിക്കലും തുടയ്ക്കലും പയറുപ്പേരി വെക്കലും അങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ മല്ലിയൊക്കെ മുറ്റത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിക്കലും തുടയ്ക്കലും അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പയറുപ്പേരിയൊക്കെ വെച്ച് ഉമ്മാനെ വിളിക്കുമ്പോൾ ഉമ്മ വിളിയേ കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് മല്ലി നോക്കാനിരുന്ന ആളെവിടെയാണാവോ, എന്താണാവോ ഈ കാട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഓണാക്കിയിട്ട് തന്നെ ഞാനിങ്ങനെ പോയതാണ്. ഉമ്മ വിളിച്ചിട്ട് വിളിയും കേൾക്കണില്ല. അപ്പോൾ ആ മല്ലി നോക്കാനുള്ള ആൾ ഇരുന്ന് ഉറക്കമാണ് കേട്ടോ. അവിടെ ഇരുന്നാലും ഉറങ്ങണ ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഉമ്മ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ മല്ലി മുകളിൽ കൊണ്ടിട്ടു കേട്ടോ, വാർപ്പിൻ്റെ മുകളിലിട്ടിട്ട് നല്ലപോലെ ഉണക്കിയെടുത്തു. അപ്പോൾ ഒരു 4 മണിക്കൊക്കെ ഞാൻ മല്ലി എടുത്തിട്ട് വന്നപ്പോൾ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടാ മല്ലി. പിന്നെ അന്ന് രാത്രി തന്നെ ഒന്ന് ചൂടാക്കി വെക്കണം വിചാരിച്ചു. പിന്നെ ഓരോ പണികൾ കാരണം എനിക്കതിന് കഴിഞ്ഞില്ല. പിന്നെ ഞാനത് പിറ്റേ ദിവസം രാവിലെ നേരത്തെയാണ് കേട്ടോ മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്.
അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ചിലർ കാണാം പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മല്ലി ചൂടാക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ വന്നെങ്കിലോ എന്ന് കരുതി ഞാൻ പട്ടയും, ഗ്രാമ്പും, ഏലക്കായൊന്നും ഇട്ടില്ല. വെറും പെരിഞ്ജീരകവും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഞാൻ ചൂടാക്കിയെടുക്കാനാണ്. അപ്പോൾ രാവിലെ എണീറ്റതും ആദ്യം തന്നെ ഈ പണിയാണ് കേട്ടോ ഞാൻ ചെയ്തത്. ആദ്യം മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചാണ്. മാത്രമല്ല പിന്നെ ഇത് സ്കൂളൊന്നും ഇല്ലല്ലോ, ഇന്ന് ശനിയാഴ്ചയിലെ വീഡിയോ ആണ് കേട്ടോ അത്. സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം ഈ പണിക്കാണ് കേട്ടോ ഞാൻ നിന്നത്. ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.